2024 ഡിസംബർ 7 എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, അതിലുപരി ഭാഗ്യകരമായ ഒരു ദിവസമാണ്. കാരണം ഇന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ മാർ ജോർജ് കുവക്കാട്ട് കർദിനാളായി വത്തിക്കാനിൽ ഉയർത്തപ്പെടുന്നത്. അതിന് സാക്ഷിയാകുവാനാണ് ഇത്ര ദൂരം യാത്ര ചെയ്ത് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്കൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നെ ഇവിടെ എത്തിച്ചത് ഒരാഗ്രഹം മാത്രമല്ല, അതിലുപരി എൻ്റെ കൂടെ നിന്ന്, എൻ്റെ കൂടെ പ്രവർത്തിച്ച്, എൻ്റെ കൂടെ ഉയർന്നു വന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് കുവക്കാട്ട് പിതാവ് ഞാൻ എപ്പോഴും കാണുന്നത്. ഞങ്ങളുടെ ബന്ധം ആരംഭിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം SB കലാലയത്തിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് വരുമ്പോഴാണ്. ഞാൻ അവിടെ നിന്ന് ഇംഗ്ലീഷ് അധ്യാപകനായി സേവനം ചെയ്യുന്നു. പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടു എന്നുള്ളതല്ലാതെ കാര്യമായി ശ്രദ്ധിക്കുകയോ പരിചയപ്പെടുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അന്ന് ക്യാമ്പസുകളിൽ സജീവമായിരുന്ന കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്, CSM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രസ്ഥാനത്തിൽ വളരെ എളിയ തോതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഡിഗ്രി തല വിദ്യാഭ്യാസ കാലത്ത് പിതാവ് CSMൽ വളരെ സജീവമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഞാനന്ന് CSMൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരനായിരുന്നു, റീജിയൻ തലത്തിലും സംസ്ഥാന തലത്തിലും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം വളരെ അടുത്ത് പെരുമാറുവാനും ഇടപെടുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയോടെ പിഴവുകളില്ലാതെ ചെയ്യുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശേഷിയായിരുന്നു. അതിലുപരി അതിനുള്ള മനസ്സായിരുന്നു. നമുക്ക് അദ്ദേഹത്തെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാം. പിന്നതിന് പിറകെ നടക്കേണ്ടതില്ല. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഇന്ന കാര്യങ്ങളാണ് ചെയ്തത് എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലായിരിക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു കലാലയ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവും ഉത്തരവാദിത്ത ബോധവും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിലുപരി വിനയത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തെ എൻ്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനാക്കി മാറ്റി. ഞങ്ങൾ ഒരുമിച്ച് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. പല കോളേജുകളിലും CSM പരിപാടികൾ സംഘടിപ്പിക്കുവാനും നേതൃത്വം കൊടുക്കുവാനുമൊക്കെ ഞങ്ങൾ ധാരാളം യാത്ര ചെയ്തു. രാവും പകലുമില്ലാതെ യാത്ര ചെയ്തു. അപ്പോഴൊക്കെ അദ്ദേഹത്തിൽ തിളങ്ങി നിന്ന ഗുണങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും എന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം ഓരോ കുരിശുപള്ളി കാണുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ശീലം, അധ്യാപകരെ കാണുമ്പോൾ ബഹുമാനിക്കുന്ന മറ്റൊരു ശീലം, തൻ്റെ സമപ്രായക്കാരെ കാണുമ്പോൾ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുന്ന മറ്റൊരു ശീലം, ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങളുടെ ആകെത്തുകയാണ് അഭിമന്യ ജോർജ് കുവക്കാട്ട് പിതാവ്. അദ്ദേഹം ഇടുക്കിക്കടുത്ത് നടത്തിയ ഒരു വർക്ക് ക്യാമ്പ്, CSM നടത്തിയ വർക്ക് ക്യാമ്പ്, ആ ക്യാമ്പിന് നേതൃത്വം കൊടുത്തത് അഭിമന്യ ജോർജ് കുവക്കാട്ട് പിതാവാണ്. അക്കാലത്തെ ഇടുക്കിയിൽ വഴിയില്ല, വൈദ്യുതിയില്ല, അങ്ങനെ ധാരാളം പ്രാരാബ്ദങ്ങളുണ്ടായിരുന്നു. ഈ പ്രാരാബ്ദങ്ങളുടെ നടുവിലും 100ഓളം കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തി ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. തമാശയായിട്ടെന്നവണ്ണം പലപ്പോഴും അദ്ദേഹം എന്നോട് പറയാറുണ്ട്, മാർപ്പാപ്പായുടെ യാത്രകൾ കോർഡിനേറ്റ് ചെയ്യുവാനൊക്കെ പഠിച്ചത് CSM ക്യാമ്പിലൂടെയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എൻ്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനാണ് അഭിമന്യ കുവക്കാട്ട് പിതാവ്. SB കോളേജിൽ പഠിക്കുന്ന സമയത്ത് SB കോളേജിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. അത് മിടുക്കരെ ഉൽപ്പാദിപ്പിക്കുക എന്ന് മാത്രമുള്ളൊരു പാരമ്പര്യമല്ല. മിടുക്കരെ ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം തന്നെ പിറകിൽ നിൽക്കുന്നവരെ, അത് സാമൂഹ്യമായിട്ടാണെങ്കിലും കൊള്ളാം, സാമ്പത്തികമായിട്ടാണെങ്കിലും കൊള്ളാം, പിറകിൽ നിൽക്കുന്നവരെ എന്നും കരുതുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു പാരമ്പര്യമാണ് SB കലാലയത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ കലാലയത്തിൽ വരുന്ന ഒരു വിദ്യാർത്ഥി പോലും ഉച്ചയ്ക്ക് പട്ടിണിയിരിക്കരുത് എന്ന് കോളേജ് അധികാരികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപേ നൂൺ മീൽ സ്കീം SB കോളേജിൽ ആരംഭിച്ചത്. അത്തരം പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാനും, പ്രത്യേകിച്ച് താൻ അവിടെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് നേതൃത്വം കൊടുക്കുവാൻ പ്രത്യേകമായ ഒരു താല്പര്യം അഭിമന്യ ജോർജ് കുവക്കാട്ട് പിതാവ് കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ ചെറുപ്പം മുതൽക്കേ പാവങ്ങളോട് പക്ഷം ചേർന്ന് നിൽക്കുവാനും, പാവങ്ങളെ കണ്ണ് തുറന്നു കാണുവാനും, അവരുടെ സങ്കടങ്ങളും അവരുടെ കണ്ണീരൊക്കെ കാണുവാനും ഒപ്പുവാനും ഒക്കെയുള്ള മാംസളതയുള്ളൊരു ഹൃദയം
അഭിമന്യ കൂവക്കാട്ട് പിതാവിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഈ ഗുണങ്ങളൊക്കെ തന്നെ പരിശുദ്ധ പിതാവ് നേരിട്ട് കാണുവാനും അദ്ദേഹത്തിന് അനുഭവിക്കുവാനും സാധിച്ചു. അതിനെല്ലാമുള്ള ഒരു സമ്മാനമായിട്ടാണ് ഇദ്ദേഹത്തെ വൈദിക വൃത്തിയിൽ നിന്ന് നേരിട്ട് കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭാരതസഭയ്ക്ക്, കേരള സഭയ്ക്ക് പരിശുദ്ധ പിതാവിനോട് അകമഴിഞ്ഞ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രിയപുത്രനെ സഭയുടെ രാജകുമാരനായി ഉയർത്തിയതിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലെ വഴികൾ വിശാലമായി കിടക്കുന്നു. ദൈവം കൂവക്കാട്ട് പിതാവിനെ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് ഉയർത്തട്ടെ എന്നാണ് ഈ ഗുരുനാഥൻ്റെ പ്രാർത്ഥന.